ഭീകരരുടെ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ പ്രതികാര നടപടിക്കായി ശ്രമിച്ചതായി റിപ്പോർട്ട്. ഉറി പ്രദേശത്തിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ആക്രമണം ഇന്ത്യൻ സുരക്ഷാ സേനയുടെ കനത്ത ജാഗ്രതയിൽ തകർന്നു. കമാൻഡന്റ് രവി യാദവിന്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസ് ടീമിന്റെ മിന്നൽ വേഗത്തിലുള്ള ഇടപെടലാണ് അതിർത്തിക്കടുത്തുള്ള തന്ത്രപ്രധാനമായ ഉറി ജലവൈദ്യുത നിലയം സംരക്ഷിക്കാൻ സഹായിച്ചത്. മെയ് 6-7 രാത്രിയിൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യം ഉറിയിലെ വൈദ്യുതി നിലയങ്ങൾ ലക്ഷ്യമാക്കി അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത്. ഇന്ത്യയുടെ ഊർജ മേഖലയ്ക്ക് കനത്ത ആഘാതം നൽകാനുള്ള വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. കനത്ത വെടിവെപ്പിനിടയിലും തലയ്ക്ക് മുകളിൽ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുമ്പോഴും CISF ടീം ഭയമില്ലാതെ അവിടെ നിലയുറപ്പിച്ചു. അവർ ഉടനെ തന്നെ പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും വ്യോമാക്രമണത്തെ നേരിടുകയും ചെയ്തു. പ്രധാനമായി പ്ലാന്റ് ജീവനക്കാരെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഏകദേശം 250 സാധാരണക്കാരെ തുടർച്ചയായ ആക്രമണത്തിനിടയിലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അവർക്ക് മാറ്റാൻ സാധിച്ചു. പ്ലാന്റിനോ സാധാരണക്കാർക്കോ ഒരു നാശനഷ്ടവും കൂടാതെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ CISFന് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. നവംബർ 25-നാണ് ഈ നിർണായക ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നത്. ഈ ഓപ്പറേഷനിലെ ധീരതയ്ക്ക് CISFലെ 19 ഉദ്യോഗസ്ഥരെ ഡയറക്ടർ ജനറലിന്റെ പ്രശംസാപത്രം നൽകി ആദരിക്കുകയായിരുന്നു. ഈ ചടങ്ങിലാണ് പാക് സൈന്യത്തിന്റെ പരാജയപ്പെട്ട പ്രതികാര ശ്രമത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ CISF വെളിപ്പെടുത്തിയത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി ഭീകര ലോഞ്ച് പാഡുകൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. നിയന്ത്രണ രേഖയിൽ നിന്ന് കേവലം 8-10 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഉറി ജലവൈദ്യുതി നിലയം ഏത് സംഘർഷ സമയത്തും പാക് സേനയുടെ പ്രധാന ലക്ഷ്യമാണ്. ഈ തിരിച്ചടി ശ്രമത്തിലൂടെ പാകിസ്ഥാൻ അവരുടെ നിരാശ മാത്രമാണ് തുറന്നു കാട്ടിയതെന്നും വ്യക്തമാക്കുന്നു അധികൃതർ. ഇന്നും ഉറിയിലെ വൈദ്യുതി നിലയം സുരക്ഷിതമായി അവിടെ തന്നെ നിലകൊള്ളുന്നു. നൂറുകണക്കിന് സാധാരണക്കാർക്ക് പരിക്കേൽക്കാതെ വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ സാധിച്ചു. പാകിസ്ഥാന്റെ പ്രതികാര ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇന്ത്യൻ സേനയുടെ ജാഗ്രതയും കൃത്യതയും പ്രൊഫഷണലിസവും വീണ്ടും ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുകയാണ്.